ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരു പ്രധാന ഘടകമാണ് പ്രോട്ടീൻ. എന്നാൽ ആരോഗ്യ വിദഗ്ധർ ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് നൽകുന്നു. പല ഭക്ഷണ സാധനങ്ങളിലും ഇപ്പോൾ അധികമായി പ്രോട്ടീൻ ചേർത്ത് വിപണിയിൽ എത്തിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് പ്രോട്ടീൻ ചേർത്ത ചായ, പോപ്കോൺ, സ്റ്റാർബക്സിലെ ചില ശീതളപാനീയങ്ങൾ വരെ ഇത്തരത്തിൽ ലഭ്യമാണ്. പലരും ഇത് ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് കരുതി വാങ്ങുന്നു. എന്നാൽ സത്യത്തിൽ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളിലെ ആരോഗ്യമുള്ള മിക്ക ആളുകളും അവർക്ക് ആവശ്യമുള്ളതിലും കൂടുതൽ പ്രോട്ടീൻ ഇതിനകം തന്നെ സാധാരണ ഭക്ഷണത്തിലൂടെ കഴിക്കുന്നുണ്ട്. അതിനാൽ ഇത്തരം പ്രോട്ടീൻ ചേർത്ത ഉൽപ്പന്നങ്ങൾ വാങ്ങി കൂടുതൽ പണം ചിലവഴിക്കേണ്ട ആവശ്യമില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇംഗ്ലണ്ടിലെ ഗവൺമെന്റ് കുഞ്ഞുങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ഒരു പുതിയ വലിയ പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നു. അടുത്ത 10 വർഷത്തിനുള്ളിൽ അവിടെ ജനിക്കുന്ന ഓരോ കുഞ്ഞിന്റെയും ജനിതകഘടന പൂർണ്ണമായി പരിശോധിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. ഇതിനെ ഹോൾ ജീനോം സീക്വൻസിംഗ് എന്ന് പറയുന്നു. കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ പൊക്കിൾക്കൊടിയിൽ നിന്ന് എടുക്കുന്ന രക്തത്തിന്റെ സാമ്പിൾ ഉപയോഗിച്ചാണ് ഈ പരിശോധന നടത്തുന്നത്. ഇതിലൂടെ കുഞ്ഞിന്റെ DNA പഠിച്ച് ഭാവിയിൽ വരാൻ സാധ്യതയുള്ള നൂറുകണക്കിന് അസുഖങ്ങളെക്കുറിച്ച് വളരെ നേരത്തെ തന്നെ കണ്ടെത്താൻ സാധിക്കും. രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിനു മുമ്പുതന്നെ ഇത് സാധ്യമാകും. നിലവിൽ കുഞ്ഞുങ്ങളിൽ 9 തരം രോഗങ്ങൾ കണ്ടെത്താനായി ഉപ്പൂറ്റിയിൽ നിന്ന് രക്തം എടുത്ത് നടത്തുന്ന ഒരു ചെറിയ പരിശോധന മാത്രമാണുള്ളത്. എന്നാൽ ഈ പുതിയ പദ്ധതി രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനു പകരം രോഗം വരാതെ തടയുന്നതിനും മുൻകൂട്ടി അറിയുന്നതിനും സഹായിക്കും. ജിറാഫുകൾ വളരെ സവിശേഷതയുള്ള മൃഗങ്ങളാണ്. എന്നാൽ അവ ഇപ്പോൾ വലിയൊരു ഭീഷണി നേരിടുകയാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ആഫ്രിക്കയിലെ ജിറാഫുകളുടെ എണ്ണത്തിൽ 90% കുറവുണ്ടായി. ഇതിൽ ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്നത് വടക്കൻ ജിറാഫുകളാണ്. അവയുടെ എണ്ണം ഇപ്പോൾ ഏകദേശം 7000 മാത്രമാണ്. തെക്കൻ ജിറാഫുകളുടെ എണ്ണത്തിൽ കുറച്ച് വർധനവുണ്ടെങ്കിലും അവയും പൂർണ്ണമായും സുരക്ഷിതരല്ല. ആവാസവ്യവസ്ഥയുടെ നാശവും വേട്ടയാടലുമാണ് ജിറാഫുകൾ നേരിടുന്ന പ്രധാന ഭീഷണികൾ. ജിറാഫുകൾ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ ഒരു പ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. ഉയരത്തിലുള്ള മരങ്ങളുടെ ഇലകൾ തിന്നുന്നതിലൂടെ മറ്റു മൃഗങ്ങൾക്ക് വളരാനും ജീവിക്കാനുമുള്ള സൗകര്യം അവയൊരുക്കുന്നു. രക്തസമ്മർദ്ദം കൂടുതലായിട്ടും ആരോഗ്യത്തോടെ ജീവിക്കാൻ സഹായിക്കുന്ന ചില പ്രത്യേകതകൾ ജിറാഫുകളുടെ ജനിതഘടനയിൽ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ഈ അദ്ഭുത ജീവികളെയും അവയുടെ ആവാസവ്യവസ്ഥയെയും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കാനാണ് നമ്മൾ ലോക ജിറാഫ് ദിനം ആചരിക്കുന്നത്. ആഴക്കടൽ പലപ്പോഴും മനോഹരമായ ഒരു കാഴ്ചയാണ്. സമുദ്രത്തിന്റെ മുകൾത്തട്ടിലുള്ള സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും അഴുകിയ ശരീരഭാഗങ്ങൾ താഴേക്ക് പതിക്കുമ്പോൾ അവ പൊടിപടലങ്ങളുമായി ചേർന്ന് മഞ്ഞുപോലെ കാണപ്പെടുന്നു. ഇതിനെ മറൈൻ സ്നോ, കടലിലെ മഞ്ഞ് എന്ന് വിളിക്കുന്നു. സമുദ്രത്തിലെ കാർബണിന്റെയും മറ്റു പോഷകങ്ങളുടെയും ചംക്രമണത്തിൽ ഇത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. സാധാരണയായി ഭാരം കൂടിയ വസ്തുക്കൾ വേഗത്തിൽ താഴേക്ക് പോകുമെന്നാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ ആഴക്കടലിൽ കാര്യങ്ങൾ അല്പം വ്യത്യസ്തമാണെന്ന് പുതിയ പഠനങ്ങൾ പറയുന്നു. കടലിൽ ഓരോ തട്ടിലും വെള്ളത്തിന്റെ സാന്ദ്രത, കട്ടി വ്യത്യസ്തമാണ്. അതിനാൽ ഒരു വസ്തു താഴേക്ക് പോകുന്നതിന്റെ വേഗത അതിന്റെ ഭാരത്തെ മാത്രം ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. പകരം ആ വസ്തുവിന് എത്ര വേഗത്തിൽ ഉപ്പ് വലിച്ചെടുക്കാൻ കഴിയുന്നു എന്നതിനെയും ആശ്രയിച്ചിരിക്കും. ഇതിനർത്ഥം ചിലപ്പോൾ വലിയ കണങ്ങളെക്കാൾ വേഗത്തിൽ ചെറിയ കണങ്ങൾക്ക് കടലിന്റെ അടിത്തട്ടിലേക്ക് എത്താൻ സാധിക്കും. ഈ കണ്ടെത്തൽ സമുദ്രത്തിലെ പോഷക ചംക്രമണത്തെക്കുറിച്ചും മൈക്രോപ്ലാസ്റ്റിക് പോലുള്ള മാലിന്യങ്ങൾ എങ്ങനെ കടലിൽ അടിയുന്നു എന്നതിനെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കും.